സംസ്ഥാനത്തുടനീളം നടക്കുന്ന പ്രതിഷേധങ്ങൾ വല്ലാത്ത ടെൻഷനാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുള്ള അപകടത്തിൽ തനിക്കെതിരെ പ്രതിഷേധിക്കുന്നവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് വീണ ജോർജ് 24 പറഞ്ഞത്. ബിന്ദുവിൻ്റെ വീട് സന്ദർശിച്ചതിന് വിമർശിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു മറുപടിയുണ്ട്. 7 മണി എന്ന് പറയുന്നത് രാവിലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പകൽ തന്നെയാണെന്നാണ് വീണ ജോർജ് രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് നിപ്പ അവലോകന യോഗം ചേരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പകൽ വെളിച്ചത്തിലല്ലാതെ മന്ത്രിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. കോട്ടയത്ത് പകൽ വെളിച്ചമായിരുന്നില്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ രാവിലെ 7 മണി 7:30 8 മണി ഒക്കെ പകലാണ്. തിരിച്ച് അങ്ങോട്ട് പോയത് MC റോഡ് വഴിയാണ്, ഇങ്ങോട്ട് വന്നതും MC റോഡ് വഴിയാണ്. അപ്പോൾ അതൊക്കെ പകലാണ്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ്. പിന്നെ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും അങ്ങനെ അല്ലാത്തതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിപ്പ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്നൊരു യോഗം ചേരാനിരിക്കുന്നു. എങ്ങനെ ഒരു ആശങ്ക? വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിപ്പ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട് ജില്ലയിൽ ഞാൻ എത്തിയിട്ടുള്ളത്. പാലക്കാട് നമുക്ക് ആദ്യമായിട്ടാണ് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ പാലക്കാട് നിന്ന് നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വ്യക്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും അത് ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും മീറ്റിങ്ങുകൾ എടുത്താണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇന്ന് നേരിട്ട് ഇക്കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. 2 പേരുടെ ഫലം കൂടി വന്നിട്ടുണ്ടോ? ഇന്നിപ്പോൾ പുറത്തു വരുമെന്നാണ് പറഞ്ഞത്. നമ്മൾ തുടർച്ചയായിട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതുവരെയുള്ളതെല്ലാം നെഗറ്റീവാണ്. കാരണം അതൊരു ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞപ്പോൾ 400-ലധികം കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കുറച്ചുകൂടി ഒരു ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കി. കാരണം 3 ജില്ലകളിലാണല്ലോ ഈ 2 കേസും. ഒന്ന് പാലക്കാട് ജില്ലയിലുള്ള പേഷ്യൻ്റ് മലപ്പുറം ജില്ലയിൽ അഡ്മിറ്റായി. അപ്പോൾ 2 ജില്ലയും ഈ പെർട്ടിക്കുലർ കേസിൽ തന്നെ 2 ജില്ലയും അവിടെ നിന്ന് കോൺടാക്ട് ലിസ്റ്റിൽ ആളുകളുണ്ട്. മലപ്പുറം ജില്ലയിലെ കേസിൽ അതുപോലെ തന്നെ അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം ടേബിളിൽ വെച്ചാണല്ലോ സംശയം തോന്നി സാമ്പിൾ എടുക്കുന്നത്. കാരണം ചികിത്സിച്ച സ്വകാര്യ ആശുപത്രിയിൽ അങ്ങനെ ഒരു നിപ്പ സസ്പെക്റ്റ് ചെയ്തിരുന്നില്ല, സംശയിച്ചിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായിട്ടൊരു സ്പ്രെഡ് ഉണ്ടാകുന്നില്ല എന്നുള്ളത്, ഒരു വ്യാപനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഏറ്റവും ഒടുവിൽ മന്ത്രി ഇപ്പം വരുന്ന സമയത്ത് ഡിവൈഎഫ്ഐക്കാർ പ്രതിരോധം ഒരുക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞു. ഒരു സംഘർഷത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? വാസ്തവത്തിൽ ഞാൻ എന്തിനാണ് പാലക്കാട് വന്നിട്ടുള്ളത്? നിപ്പയുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ നമ്മുടെ ആളുകൾക്ക് നിപ്പ വ്യാപിക്കരുത്, ഒരു സ്പ്രെഡ് ഉണ്ടാകരുത് എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയുള്ള ഒരു ജാഗ്രതാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത്, നമുക്ക് 2018-ന് ശേഷം 2023-ലാണ് ഇവിടെ ഒരു സ്പ്രെഡ് ഉണ്ടായത്, അതായത് ഔട്ട് ബ്രേക്ക് ഉണ്ടായത്. അത് കോഴിക്കോടാണ്. അപ്പോൾ 2018 കോഴിക്കോടായിരുന്നു, 2023 കോഴിക്കോടാണ്. 2023 ഒരു ഔട്ട് ബ്രേക്കിൽ ആഗോളതലത്തിൽ ആദ്യമായി 33% മരണനിരക്ക് കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു. ആഗോളതലത്തിൽ 70-ന് മുകളിൽ 90% മുകളിൽ മരണനിരക്കുള്ളൊരു രോഗമാണ് നിപ്പ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരാളിലേക്ക് വ്യാപിക്കുന്നില്ല എന്നുള്ളതും അതുമൂലമുള്ള സൂപ്പർ സ്പ്രെഡ് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വളരെ വളരെ പ്രധാനമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അത് അവരോട് തന്നെ ചോദിക്കണം. സർക്കാർ അങ്ങനെ അല്ല, അത് അവരോട് ചോദിക്കുക.